ഹലോ, അച്ചു സാലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായാലും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ എന്താ കാര്യം, ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു. എൻ്റെ ഒരു ലൈഫ് അച്ചീവ്മെൻറ്റ് കാര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട എന്ത് വിശേഷമാണെന്ന് ഇപ്പം അത് റിവീൽ ചെയ്യാൻ ടൈം ആയില്ല. ഓക്കെ, അപ്പോൾ ഞാനത് പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടന്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കാര്യം മനസ്സിലായി കാണല്ലോ. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ഭയങ്കര പ്രശ്നത്തിലാണ്. നമ്മൾ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കണം, നമുക്കൊരു വീണ്ടും ഒരു പുതിയൊരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന 5 ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്, നമ്മൾ ജീവിതമേ മടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു 5 ടിപ്സ് ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കും. നമുക്കത് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ടേക്ക് സ്മോൾ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് പുതിയതായിട്ടൊരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ റിലാക്സ് ആയിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം, റിലാക്സ് ആയിരിക്കുക. ചുമ്മാ കരയാൻ പാടില്ല, കരഞ്ഞ് ഓവർ തിങ്കിങ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ പതുക്കെ നമ്മൾ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മിനിറ്റ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എല്ലാം ചിന്തിച്ച് പതുക്കെ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്ത് വരണം. പെട്ടെന്ന് നമുക്കൊരു പ്രശ്നം എന്നാൽ പെട്ടെന്ന് നമുക്ക് എടുത്തു ചാടി ഓരോന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പും അതിന് വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പും പതുക്കെ എടുക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ ആണ്. നിങ്ങൾ സെൽഫ് കെയർ ഒന്ന് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോക്കസ് ഓൺ യുവർ സെൽഫ് കെയർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങൾ എന്താണോ നിങ്ങൾ ഡയറ്റ് സെറ്റ് ചെയ്യുക. നിങ്ങൾ രാവിലെ എണീക്കുന്നത് തൊട്ടുള്ള നിങ്ങളെ എക്സസൈസ്, വർക്കൗട്ട് റൊട്ടീൻ, നിങ്ങൾ ഓഫീസാണെങ്കിലും അല്ല പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് സെറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ എൻഗേജ് ആവാൻ നോക്കുക. ഓരോരോ കാര്യങ്ങളിൽ ഓരോരോ വിഷയങ്ങളിൽ നിങ്ങൾ എൻഗേജ് ആവാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നിങ്ങളെ ഡയറ്റ് വരും, നിങ്ങളെ ഫുഡ് ഹാബിറ്റ്സ് വരും. ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാം. നിങ്ങളെ ഹോബീസ് കുറച്ചുകൂടെ, നിങ്ങൾക്ക് ചിലർ പാട്ട് പാടുന്നവരെ, ഡാൻസ് കളിക്കുക, എന്തോ ആവട്ടെ, അതിൽ കുറച്ചുകൂടെ നിങ്ങളെ എൻഗേജ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളൊരു സെൽഫ് കെയർ റൊട്ടീനിലോട്ട് ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ടിപ്പാണ് എന്താണ്, ഗോൾസ് സെറ്റ് ചെയ്യുക. എന്താണ് നമ്മൾ ഫ്യൂച്ചറിലത്തേക്ക് നമുക്ക് കുറച്ച് ആഗ്രഹങ്ങൾ കാണൂലേ, ഇന്നത് ചെയ്യണം അല്ല അത് ചെയ്യണം, അത് നമ്മൾ ഗോൾസ് ആയിട്ട് നമ്മൾ എഴുതി തന്നെ വെക്കണം. നമ്മൾ ഇല്ലെങ്കിൽ ഈ 2025 നമ്മൾ ഇന്ന ഗോൾസാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും മാസം കഴിഞ്ഞു, ഓക്കെ സമയം കളഞ്ഞത് പോട്ടെ, കുഴപ്പമില്ല. നമ്മൾ പാസ്റ്റ് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. പ്രസൻറ്റ്, അറ്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മളെ ഗോൾസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് എഴുതി തന്നെ വയ്ക്കുക. 1 2 3 എന്ന് നോട്ട് ചെയ്ത് എന്തൊക്കെ ഗോൾസാണ് നമുക്ക് ചെയ്യേണ്ടത്. ചിലത് വിചാരിക്കും നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന്, പക്ഷെ നമ്മൾ ശ്രമിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തോ, അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് കാലെടുത്ത് വെച്ചോ, ഇല്ലെങ്കിൽ അത് ചെയ്യുക. നമ്മൾ ഗോൾസ് എന്താണോ, നമുക്ക് പറ്റുന്ന കാര്യം ഏതെങ്കിലും ഒരു മാർഗ്ഗം നമുക്ക് കിട്ടും. നമ്മൾ അത് ഹാർഡ് വർക്ക് ചെയ്യണം, അറ്റ് എക്സ്ട്രീം ലെവൽ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ചെറിയൊരു ഇതെങ്കിലും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമ്മൾ ഗോൾസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് അത് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ടിപ്പാണ് നമ്മൾ ടോക്സിക് പീപ്പിൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അവരുമായിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവരെ ജസ്റ്റ് നമ്മൾ അങ്ങനെ സ്മൈൽ ചെയ്ത് അങ്ങ് അവോയ്ഡ് ചെയ്യുക, നൈസായിട്ട്. അങ്ങനെ ആൾക്കാർ, അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്, നമ്മൾ ഈ ചിന്തിക്കാനുള്ള അവസരം നമ്മളെ ബ്രെയിനിന് കൊടുക്കരുത്. ചിന്തിക്കുക വെച്ചാൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അല്ല, നെഗറ്റീവ് തിങ്കിങ് എപ്പോൾ വന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിൽ എൻഗേജ് ആവുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു സിനിമ എടുത്ത് വെച്ച് കണ്ടോ നിങ്ങൾ മൊബൈലിൽ. അതാണ് എൻ്റെ ടെക്നിക്ക് കേട്ടോ. എന്തെങ്കിലും ചിന്തിക്കാൻ ഞാൻ ഓവർ തിങ്കിങ്ങിനോട്ട് പോവുകയാണെങ്കിൽ ഞാനൊരു ഫിലിം എടുത്ത് കാണും. അതെൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എൻഗേജ് ആവുക. ടോക്സിക് പീപ്പിൾ, അവരുമായിട്ട് ഒന്നും കൂടുതൽ സംസാരിക്കാതിരിക്കുകയും ചെയ്യരുത്. അതാണ് ഏറ്റവും ബെറ്റർ ലൈഫിന്. ഫോർഗീവ് യുവർ സെൽഫ്, അല്ലെങ്കിൽ നമുക്ക് സീക്ക് സപ്പോർട്ട് എന്നൊക്കെ പറയാം. നമുക്ക് ഏറ്റവും ഭയങ്കര വിശ്വാസയോഗ്യമായ ഒരു ഫ്രണ്ട് കാണില്ല, അല്ലെങ്കിൽ എക്സ് ഓർ ഫ്രണ്ട് ആവാം, ആരെങ്കിലും ആവാം, നമ്മളെ പാരൻസ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ. നമുക്ക് ഒരാൾ ഒരു ഏറ്റവും കെയർ, അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കും ട്രസ്റ്റ് ഉള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് നമ്മളെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യാം. അത് നമുക്ക് അത്രയും ഒരു റിലീഫാണ്. ഇത്രയും ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, എന്താ എടി പോട്ട്, അത് കുഴപ്പമില്ല, നിനക്കിത് എല്ലാം ഓക്കെ ആവും, ഇത് പോട്ട്, നീ അത്രയ്ക്ക് മോശമൊന്നും അല്ല, നീ എല്ലാം ശരിയാവും എന്ന് നമ്മൾ ആ ഫ്രണ്ടിനെ ഉപദേശിക്കാറില്ലേ. അതുപോലെ നമ്മളെ ഉപദേശിച്ചൂടെ? എന്താണ്, നമ്മളൊരു പ്രശ്നത്തിലായി പോയാൽ നമുക്ക് സ്വന്തമായിട്ട് പറഞ്ഞൂടെ, ആ പോട്ട് എല്ലാം ശരിയാവും,
നമുക്ക് നമ്മളുണ്ട്, അല്ലെങ്കിൽ നീ ഓക്കെ ആണ്, നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ നീ ഓക്കെ ആണ്, നീ വേറെ ഒന്നും വിചാരിക്കേണ്ട എന്ന് നമുക്ക് ഫ്രണ്ടിനെ ഉപദേശിക്കാമെങ്കിൽ നമുക്കെന്ത് നമ്മൾ ഉപദേശിച്ചുകൂടാ, എല്ലാം ഓക്കെ ആവും. ഇത് അത്രേ ഉള്ളൂ. ചെറിയൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരിക്കൽ പോലും ഈ ക്രിറ്റിസിസം നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണ കേട്ട് വിഷമിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. കാരണം അവരൊരു 10 പൈസ ഉപയോഗം ഇല്ലാത്ത ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ അയ്യോ അവരിങ്ങനെ പറയുന്നു, അവരിങ്ങനെ, അങ്ങനെ എത്ര നാൾ പേടിച്ച് ജീവിക്കും? അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ആരെയും ബോധിപ്പിക്കാനല്ല ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മളെ ലൈഫ് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആരെന്ത് പറഞ്ഞെന്നും പറഞ്ഞ്, ആര് ക്രിറ്റിസിസം ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾ തളരരുത്. അയ്യോ അവരവിടെ പറഞ്ഞു, അവരിത് പറഞ്ഞു എന്ന് പറഞ്ഞൊന്നും നിങ്ങൾ ഫെഡബായി അങ്ങനെ കിടക്കരുത്, ഒരിക്കലും കിടക്കരുത്. അവരൊക്കെ പറഞ്ഞുകൊണ്ട് പോട്ടെ. നമ്മൾ ഈ റോഡുകളിലൊക്കെ ബുദ്ധിയില്ലാത്ത ആൾക്കാർ തെറി വിളിക്കാറില്ലേ? ചില മെൻ്റലി പ്രോബ്ലം ഉള്ളവർ നമ്മളെ മുഖത്ത് നോക്കി ചിലപ്പോൾ നമുക്ക് തെറി വിളിക്കാം. നമുക്ക് എന്തുകൊണ്ട് നമ്മൾ തിരിച്ച് തെറി വിളിക്കുന്നില്ല? നമുക്കറിയാം അയാൾക്ക് ബുദ്ധിപരമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന്. ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താൽ മതി. ഇവരൊക്കെ എന്തോ നമ്മളെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അവരെ മൈൻഡേ ചെയ്യരുത്. അവരൊന്നുമല്ല നമുക്ക് ചിലവിന് തരുന്നതും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്നത്. അപ്പം നമ്മൾ അവരെ ബോധരേണ്ട, നമ്മളെ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുകയും ചെയ്യാം. നമ്മളൊരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം അയ്യോ നമ്മളത് ചെയ്തില്ലല്ലോ, നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മളത് ചെയ്തില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് വരൂലേ? അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇത്രയും വർഷം നമ്മൾ ഇത്രയും അച്ഛനമ്മമാരുടെ എല്ലാവരുടെയും ഒരു സംരക്ഷണത്തിന് നമ്മൾ കുറേ കാര്യങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി ചെയ്ത് പിന്നെ പകുതി നമുക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇനിയെങ്കിലും നമ്മളെ ലൈഫിൽ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തില്ലെങ്കിൽ അതൊന്നും ഇല്ലാതായിപ്പോൾ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ വയസ്സായി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ലൈഫിന് വേണ്ടി നമുക്ക് വേണ്ടി ജീവിച്ചില്ലാതായിപ്പോൾ. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇനി ഞാൻ വലിച്ചു കിട്ടുന്നില്ല, അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക് യു.